ഷിജു കാനഡയിൽ നിന്നുമാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓയിലുമായിട്ടും ഈ പറയുന്ന ഇറാൻ അമേരിക്കയുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ എക്കോണമി അമേരിക്ക എങ്ങനെ നർച്ചർ ചെയ്ത് അവരുടെ ഒരു വലിയ സോഴ്സായിട്ട് മാറ്റും. ഓൾറെഡി ഇതിനെപ്പറ്റി പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ റസ പലവി, അതായത് ചിലപ്പോൾ ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് വരുന്നയാൾ പറഞ്ഞു കഴിഞ്ഞു അമേരിക്ക ഇറാനുമായിട്ട് ആ പുതിയ ബന്ധത്തിൽ, അതായത് പഴയ ഇപ്പോഴത്തെ റിജീം എല്ലാം മാറിയിട്ട് വരുവാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് ഒരു ട്രില്യൺ ഡോളേഴ്സിൻ്റെ എക്കോണമി ആയിരിക്കും. എന്താണ് ഷിജു ഇതിനെപ്പറ്റി പറയാനുള്ളത്? അതെ, എനിവേ വൺസ് അഗൈൻ ഗ്ലാഡ് ടു സീ യു മാത്യു. ശരിക്കും ഇറാന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ അപ്രതീക്ഷിതപോലെ തന്നെ ഇസ്രയേലും അമേരിക്കയും അറ്റാക്ക് ചെയ്തു. അതിനകത്തൊരു സന്തോഷകരമായിട്ട് ഇത് ശരിക്കും ഒരു ഫാക്ട് എന്ന് പറയുന്നത് അല്പം കൂടെ ഗ്ലാഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇറാന്റെ ഈ റിലീജിയസ് ലീഡറിനെ, അവരുടെ സുപ്പീരിയർ ഹെഡിനെ ഈ പറഞ്ഞ ഖുമൈനിയുടെ മരണം സ്ഥിരീകരിച്ചത് ഒരു പരിധിവരെ ആശ്വാസകരമാണ്. കാരണം അതുകൊണ്ട് യുദ്ധം നീണ്ടുപോകത്തില്ല. അതുകൊണ്ട് ഒരുപാട് സാധാരണക്കാരായ മനുഷ്യര് ബുദ്ധിമുട്ടത്തില്ലെന്നാണ് ഒരു ഗ്ലാഡായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു മറുവശം കൂടെ ഉണ്ട്. ഈ തുടർന്നു പോകുന്നത് കഴിവതും വേഗം യുദ്ധം തീരണം. അത് തുടർന്നു പോകുന്നത് ഒരു പക്ഷേ വീണ്ടും ഭയപ്പാടുണ്ടാക്കുന്ന വിഷയം എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, അമേരിക്കയ്ക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ട്. അമേരിക്കയുടെ സ്ട്രെങ്ത് ഞാൻ ചോദ്യം ചെയ്യാനൊക്കാത്ത വിധം അമേരിക്ക അത് എക്സിബിറ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷെങ്കിൽ അമേരിക്ക ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം, അതായത് ട്രംപ് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം മിഡ് ടേം ഇലക്ഷൻ ആണ്. ഈ നവംബറിൽ വരുന്ന മിഡ് ടേം ഇലക്ഷനിൽ കോൺഗ്രസ് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും. അല്ലെങ്കിൽ ട്രംപിന്റെ പദ്ധതി അനുസരിച്ച്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ഒരു ശോഭനമായ ഒരു ഭാവി, ഒരു ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്ക ഉണ്ടാകും. പിന്നെ ഇപ്പോഴുണ്ടാകുന്ന ഈ ഒരു മിസൈൽ ആക്രമണവും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ ഖൊമൈനി അല്ലെങ്കിൽ ഈ പറയുന്ന ഹെഡ് ലീഡേഴ്സ് പോയിട്ടും തുടരുന്നു എന്ന് പറയുന്നത് ഇനി അവരുടെ വല്ല ക്രൂഡ് വേ ഓഫ് യുറേനിയം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നമ്മളൊരു ഒരു പരിപൂർണമായിട്ട് എൻട്രി ചെയ്യപ്പെടാത്തതോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ കപ്പാസിറ്റിയോളോ അല്ലാത്താണെങ്കിൽ റേഡിയേഷനൊക്കെ ഉണ്ടാക്കുന്ന ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇസ്രയേലിലോ ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്താലും ദുരിതം ഉണ്ടാക്കാനും. അതുകൊണ്ടാവാം അമേരിക്ക വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കുന്നതും ഈ യുദ്ധത്തെ നേരിടുന്നതും. അപ്പം നല്ലത് ഭവിക്കട്ടെ, ഇറാനിലെ ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അല്ല, ഓൾറെഡി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു അമേരിക്ക ഈസ് വില്ലിംഗ് ടു ടോക്ക്. പിന്നെ അതിനു മുമ്പ് തന്നെ ഇറാന്റെ അബ്ബാസ് അഗ്രഗാച്ചി, അവരുടെ ഫോറിൻ മിനിസ്റ്ററും പറഞ്ഞു കഴിഞ്ഞു ഡീഎസ്കലേഷൻ ആവശ്യമുണ്ട്. അപ്പം അങ്ങനൊരു സെറ്റിൽമെന്റ് ഉണ്ടാകാനുള്ള ധാരണയുണ്ട്. അതിനകത്ത് വരാൻ പോകുന്നത് ഈ പറയുന്ന ഈ ഇറാനിയൻ ഓയിലിൻ്റെ അകത്ത് അമേരിക്കയ്ക്ക് ഒരു ഡോമിനൻസ് ഉണ്ടാവുകയില്ലയോ? അത് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പൊ ഈ പറയുന്ന അതിന്റെ ശുഭകരമായ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇറാൻ യുദ്ധത്തിന്റെ ഇറാനിലെ ഈ യുദ്ധത്തിന്റെ ഒരു അന്ത്യം അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റേ എന്ന് പറയുന്നത് വെനസ്വലയിൽ സംഭവിച്ചതുപോലെ, വെനസ്വലയിലെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ അധികാരം കൈയാളുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് പെഷസ്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിൻ മിനിസ്റ്റർ ഒക്കെ ആയിട്ട് ഉൾപ്പെട്ട ഒരു മിനിസ്റ്റർ തന്നെ അമേരിക്കയോട് രമ്യതപ്പെട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയും പിന്നീട് സംഭവിക്കുന്നത് റസ പഹ്ലവി, പഴയ ഷായുടെ മകൻ, അതിശക്തമായിട്ടുള്ള എൻ്റെ ഒരു അഡ്വക്കേറ്റ് ആണ്. പുള്ളി ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം വരുമെന്നെങ്കിൽ സാധാരണ ഇവിടുത്തെ ഒരു ഇറാനിയൻ, അതായത് 40-45 വർഷമായിട്ട് ഇറാനിലേക്ക് തിരിച്ചു പോയിട്ടില്ലാത്ത ഇറാനിയൻസിന്റെ പോലും ഭാഷ എന്ന് പറഞ്ഞാൽ അവർ റസ പഹ്ലവിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സംസാരിക്കുന്ന അവർ കിങ് എന്നാണ് പറയുന്നത്, ആ പ്രിൻസ് റസ. അതാണ് ആ ഫീല്. അപ്പൊ ആ റസ പഹ്ലവി തിരിച്ചു വന്നുകൂടാന്നില്ല, തിരിച്ചു വരികയും അത് വലിയൊരു സ്വീകരണത്തിന് സാധ്യത ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു മിനിസ്ട്രീസ്, ഒരു പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാകുകയും അധികം താമസിയാൻ ഇലക്ഷൻ വരികയും ചെയ്യും. അതെന്ന് പറഞ്ഞൊരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് ഒന്നും അല്ല ഈ റസ പഹ്ലവി. റസ പഹ്ലവിയുടെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ റസ പഹ്ലവിയുടെ രണ്ടാമത്തെ മകളുടെ ഭർത്താവ് യഹൂദനാണ്, യഹൂദനാണ്. അപ്പം ആ ഒരു പഴയ ഷായുടെ കാലത്തുണ്ടായിരുന്ന ഒരു ഇസ്രയേലുമായിട്ടുള്ള ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കാൻ ഒരു സാധ്യതയില്ലാതില്ല. അതായിരിക്കാം അതിൻ്റെ ഒരു ശുഭകരമായ വസ്തു. പക്ഷെ ഓയിലിന്റെ വിഷയത്തിനകത്ത് അതുപോലെയുള്ള എനിക്കൊരു സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉദ്ദേശം എന്താണ്? അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഓയിലിനകത്ത് ഡോമിനൻസ് ഉണ്ടാക്കുക, ലോകം മുഴുവനുള്ള യൂണിവേഴ്സലി ഓയിലിനകത്ത് ഡോമിനൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അപ്പൊ ഈ ഒരു ഓയിൽ പ്രൊഡക്ഷന്റെ അല്ലെങ്കിൽ ഓയിലിന്റെ ഒരു ബേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓയിലിന്റെ ലോകത്തെ ഒരു ഓയിലിന്റെ റിസർവ് നോക്കി ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത് വെനിസ്വേലയിലാണ്. അതുകൊണ്ടാണ് വെനിസ്വേല പിടിച്ചെടുക്കാനുള്ള കാരണവും ആ വെനിസ്വേല മുഴുവൻ ഓയിലും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്ന് മാത്രമല്ല, ഏകദേശം ലോകത്തെ 20% ഓയിൽ റിസർവ് വെനിസ്വേലയാണ്. അതിനുശേഷം വരുന്നത് സൗദി അറേബ്യ. സൗദി അറേബ്യ ഏകദേശം 18-20% സൗദി അറേബ്യയിലുണ്ട്. പിന്നെ ഇറാനിലുണ്ട് 15%. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വെനിസ്വേലയുടെ 20% അമേരിക്കയുടെ കയ്യിലാണ്. കാനഡയിലുണ്ട്, കാനഡയിൽ 10%. ഒരിക്കലും കാനഡ അമേരിക്ക വിട്ടുപോകുന്നില്ല. അപ്പൊ കാനഡ 10%, USA 5% ചേർന്ന് 35%, 1/3 ഓഫ് വേൾഡ് ഓയിൽ റിസർവ് അമേരിക്കയുടെ ഡയറക്റ്റ് കസ്റ്റഡിയിലുണ്ട്. പിന്നെ വരുന്നത് സൗദി അറേബ്യ 20%, ഇറാഖിന്റെ 10%, പിന്നെ UAE-യുടെ ഒരു 8% അല്ലെങ്കിൽ 7%, കുവൈറ്റിനോട് ചേർത്താൽ ഒരു 45%. അതായത് 35% അമേരിക്കയുടെ കൈവശമുള്ളതും മിഡിൽ ഈസ്റ്റിലെ ഒരു 40% ചേരുന്ന 80% ലോകത്തെ ഓയിൽ റിസർവ് ഓൾറെഡി അമേരിക്കയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. പിന്നെ വരുന്നത് ഇറാന്റെ ഒരു 10-15% ഓയിൽ റിസർവ്. അങ്ങനെ വരുമ്പോൾ 90-95% ഓയിൽ റിസർവ് അമേരിക്കയിൽ അതൊന്നും ശേഷിക്കുന്നു പറഞ്ഞ 7-8% റഷ്യയുടെയിലും പിന്നെ ഒരു അല്പം നൈജീരിയ പോലുള്ള രാജ്യങ്ങളുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കണം കാര്യം, എവിടെയാണ് ഇത് ആരംഭിച്ചത്? ഇതെല്ലാം ആരംഭിച്ചതെന്ന് പറയുന്നത് ചൈന ഈ റേഖത്തിനകത്ത് നിയന്ത്രണം കൊണ്ടുവന്നാണ് പ്രശ്നമുണ്ടായത്. ചൈനയുടെ കയ്യിലുള്ള അതിഭീകരമായ അല്ലെങ്കിൽ 90% ഡോമിനൻസ് ആണ് റേഖത്തിനകത്തുള്ളത്. അത് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ആദ്യം നമ്മൾ കണ്ടത് എന്താണ്? എവിടെ റേഖത്ത് കിട്ടുമെന്നുള്ള ഒരു പരക്കം പാച്ചിലായിരുന്നു അമേരിക്കയുടെ. അത് കോങ്കോയിൽ കിട്ടുമോ, അത് ഗ്രീൻലാൻഡിൽ കിട്ടുമോ, എവിടെ നിന്ന് ലഭിക്കുമോ എന്നുള്ളത്. അപ്പം എളുപ്പം അത് അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് വീണ്ടും വൈകിതിരിച്ച ബുദ്ധിയാണ് ഓയിൽ കൺട്രോൾ ചെയ്യാനുള്ളത്. അപ്പൊ ആ ഒരു ലക്ഷ്യം ബാക്കിയെല്ലാം മാറ്റി നിർത്തുക. അപ്പൊ ഇറാന്റെ ദുരിതമോ അല്ലെങ്കിൽ ഇറാൻ ജനതകളുടെ സങ്കടമോ ഒക്കെ അല്ലെങ്കിൽ മാറ്റി നിർത്തുക. ഇസ്രായേലിന് പ്രത്യേക താല്പര്യമുണ്ട്. അതിനകത്ത് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഈ 10-15% ഓയിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാകുകയാണെങ്കിൽ ലോകത്തെ ഓയിൽ നിയന്ത്രിക്കുന്നത് അമേരിക്കയായിരിക്കും. ആ 10% വിട്ടുകഴിഞ്ഞാൽ, അത് നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ 10-15% റഷ്യയുടെ 8% ഉണ്ടെങ്കിൽ നിയന്ത്രണമില്ലാതെ വരും. കാരണം പ്രധാനമായിട്ട് എയിം ചെയ്യുന്നത് ചൈനയാണ്. അപ്പൊ ചൈനയ്ക്ക് ഓയിൽ ലഭിക്കാനുള്ള സോഴ്സായിട്ട് ഇറാൻ മാറാതിരിക്കാനായിട്ട് ഇറാൻ ഓയിൽ അവിടെ നിയന്ത്രിക്കും. പിന്നെ ഒരു ചോദ്യമുണ്ട് സ്വാഭാവികമായിട്ടും, അപ്പൊ റഷ്യയുടെ ഓയിൽ എന്ത് സംഭവിക്കും? റഷ്യയുടെ ഒരു വളരെ വ്യക്തമായിട്ട് അറിയാം, റഷ്യ-യുക്രൈൻ യുദ്ധം ഇതിന് ശേഷം തീരും. അധികം താമസിയാതെ മാർച്ച് ഏപ്രിലോ തീരുമ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറാനെ റഷ്യയെ വേൾഡ് എക്കോണമിയിലേക്ക്, ഓപ്പൺ എക്കോണമിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാവും. അപ്പൊ തീർച്ചയായിട്ടും റഷ്യയും പുടിനും ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു റീ എൻട്രി ടു ദ ഗ്ലോബൽ എക്കോണമിയാണ്. അപ്പൊ അവരൊരു കാരണവശാലും അമേരിക്കയെ വിട്ടു നിൽക്കത്തില്ല. അത് റഷ്യ അമേരിക്കയുടെ സുഹൃത്തായി മാറുകയും ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ 3 വർഷം തുടർന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഈ പറയുന്ന ട്രംപിന്റെ ഭരണകാലത്ത് ചൈനീസ് എക്കോണമി തകർന്നടിയും. ബേസിക്കലി അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിട്ടുന്ന ഒരു അടിയല്ലേ? ബേസിക്കലി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി ഫേസ് ഉണ്ട്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഒരു സൗഹൃദമുണ്ട്. എല്ലാം കൊണ്ടും, അവരുടെ കൾച്ചർ കൊണ്ടും അവരുടെ ബന്ധങ്ങൾ കൊണ്ടും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരിക്കലും തകർച്ച ഉണ്ടാകത്തില്ല. പക്ഷെ യൂറോപ്യൻ യൂണിയൻ പൊളിയും. യൂറോപ്യൻ യൂണിയൻ പൊളിക്കുക എന്നത് അമേരിക്കയുടെ ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ട്രംപിന്റെ അഭിപ്രായം ഇലക്ഷന് മുമ്പ് തന്നെ ട്രംപ് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ അമേരിക്കയുടെ ട്രേഡിന് തുരങ്കം വെക്കാൻ വേണ്ടിയാണ്. ഇവർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഇവരുടെ മൊത്തം GDP ഏകദേശം അമേരിക്കയുടെ GDPക്ക് ഒപ്പമുണ്ട്. അപ്പൊ ആ ഒരു യൂണിയൻ എന്ന് പറയുന്നത് ആവശ്യമില്ലെന്നാണ് ട്രംപിന്റെ പക്ഷം. അതിന് വ്യക്തമായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. കാര്യം ഈ കഴിഞ്ഞ ഡാവോസിലെ മീറ്റിംഗിന് ശേഷം നേറ്റോയുടെ വിഷയം വരുമ്പോഴത്തേക്ക് നേറ്റോയുടെ സെക്രട്ടറി ജനറൽ വളരെ ട്രംപുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. ഇത്തരം ഇവരൊരു ഒരു സംഭാഷണത്തിന്റെ ഭാഗം പറയുന്നത് 2-tier റിലേഷൻഷിപ്പ് വിത്ത് യൂറോപ്യൻ യൂണിയൻ. 2-tier റിലേഷൻഷിപ്പ്, അതായത് അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും അമേരിക്കയായിട്ട് ചേർന്ന് നിൽക്കാത്ത രാജ്യമായിട്ടുള്ള ബന്ധവും രണ്ടാണ്. അപ്പൊ തന്നെ യൂറോപ്യൻ യൂണിയൻ പിന്നിപ്പുണ്ടായി കഴിഞ്ഞു. അത് മിക്കവാറും ഈ പറയുന്ന 1-2 വർഷം യൂറോപ്യൻ യൂണിയൻ തകരാനാണ് സാധ്യത. അതായിരിക്കും അമേരിക്കയുടെ ഒരു ലക്ഷ്യം. അമേരിക്കയുടെ നേടാനുള്ള, ട്രംപിന് നേടാനുള്ള 2 പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇസ്രയേലിനെ രാജകീയ ശക്തിയായിട്ട് നിലനിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് ചൈനയുടെ എക്കോണമി
പൊളിയുക. അതായത് ചൈന ഒരിക്കലും അമേരിക്കയ്ക്ക് ഭാവിയിൽ ഒരു ത്രെട്ട് ആകുന്ന വിധം, അല്ലെ അമേരിക്കയുടെ എക്കോണമിക്ക് അടുത്ത് വരാത്ത വിധം. കാരണം അതിന് കാരണമുണ്ട്. വെറുതെ ഒരു അസൂയയുടെ പുറത്തോ വാശിയുടെ പുറത്തോ അല്ല. ചൈനീസ് എക്കോണമി ഒരിക്കലും ഒരു ജെനുവിൻ ഗ്രോത്ത് ആയിരുന്നില്ല. ഒരു വേൾഡ് എക്കോണമിയിലേക്ക് കടന്ന് ലോകത്തെ കബളിപ്പിച്ചാണ് ചൈന വൻ ശക്തി. 20 വർഷം കൊണ്ട് ഈ വൻ ശക്തി, അതായത് $960 ബില്യൺ GDP നിന്ന് $20 ട്രില്യൺ 20 വർഷം കൊണ്ടുള്ള വളർച്ച എന്ന് പറയുന്നത് മോണിറ്ററി മാനിപ്പുലേഷൻ വളരെ വ്യക്തമായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം സംസാരിക്കാൻ അവരുടെ എക്കോണമി വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, അൺഎത്തിക്കൽ പ്രാക്ടീസസ്, ഇതാണെന്ന് ലോകം മുഴുവൻ അറിയാമെങ്കിലും ലോകത്തിന് ഇതിനെ നേരിടാൻ ഭയമായിരുന്നു. അതിനെ ട്രംപ് ഫേസ് തന്നെ ചെയ്യും. ചൈനീസ് എക്കോണമി 2-3 വർഷത്തിനകം തകർന്ന് അടിയുക തന്നെ ചെയ്യും. എന്തായിരിക്കും ഷീ ജിൻപിങ്ങിന്റെ ഭാവി എന്നതും ഒരു കാലത്ത് ഖൊമൈനിയെ സൂചിച്ചിരുന്ന പോലെ നമ്മൾ ഒരു പക്ഷേ ഒരു 3 വർഷത്തിനുള്ളിൽ വീണ്ടും സംസാരിക്കേണ്ടി വന്നേക്കാം. അതാണ് എൻ്റെ ഒരു വ്യക്തമായ. അത് ഭയങ്കര ഒരു ടേൺ അറൗണ്ട് ആയിരിക്കുമല്ലോ. ഈ പറയുന്ന രീതിയിലുള്ള പ്ലാനുകളും ചാർട്ടുകളും എല്ലാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് വല്ലാത്തൊരു അടിയായിരിക്കുമല്ലോ. ചൈനീസ് ഒരു കേൾവിക്കാരൻ നമുക്ക് ശ്രദ്ധിക്കുന്നവർക്കോ അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനീസ് പ്രസിഡന്റ് ഒരുപക്ഷെ രാജ്യം വിടുകയോ ജയിലിൽ പോവുകയോ ആത്മഹത്യയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്യും എന്ന് ഉള്ള ഒരു സ്റ്റേജിലേക്ക് വരികയാണെന്ന് ചിന്തിക്കാമെങ്കിൽ എത്രമാത്രം ഭീകരമാണ് ചൈന ഫേസ് ചെയ്യുന്ന ഈ ചലഞ്ച് എന്ന് മനസ്സിലാവും. ചൈന അമേരിക്കയുമായിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ തയ്യാറല്ല. 3 വർഷം എങ്ങനെയെങ്കിലും ഒതുങ്ങി നിന്നാൽ മതി. ട്രംപിന്റെ കാലം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരാമെന്ന് കരുതിയാൽ അങ്ങനെ അമേരിക്ക വിടത്തില്ലെന്ന് മാത്രമല്ല, ചൈന എൻഗേജ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക തൈവാനിനകത്ത് എൻ്റർ ചെയ്യും. തൈവാനെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കും. അപ്പൊ ചൈനയ്ക്ക് ഇടപെടാതിരിക്കാൻ സാധിക്കത്തില്ല. ചൈനയെ അടുത്ത യുദ്ധത്തിലേക്ക് ഒരു വലിച്ചിഴയ്ക്കും. അപ്പൊ ആ ഒരു റീജിയനിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ജപ്പാനും കൊറിയ എല്ലാം കൂടെ ഒരു സൈഡിലാവും. അതാണ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കും. ഒന്നാലോചിച്ച് മതി. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ പറയുന്ന ഒരു ഹെക്സഗൺ അലയൻസ് എന്ന് പറയുന്നത്, പെന്റഗൺ പോലെ ഒരു വരുന്ന ഹെക്സഗൺ അലയൻസ് പറഞ്ഞ ഇസ്രായേലിന് നേതൃത്വം വരുന്നതിനകത്ത് വളരെ സന്തോഷകരമാണ് നരേന്ദ്രമോദിയുടെ വിസിറ്റും ഇന്ത്യ അതിനോട് യോജിച്ച് നിൽക്കുന്നത്. അതിനകത്ത് വരുന്നവിടെ ഗ്രീസ് മുതൽ, ഇതിനകത്ത് വന്ന് ഗ്രീസും സൈപ്രസും മുതൽ താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യയാണ് ഒരു പ്രധാന കക്ഷിയെങ്കിലും ഏഷ്യൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് ഒരു രസകരമായിട്ട് ചരിത്രത്തെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാ അറിയാമോ, ഓട്ടോമാൻ എംപയർ ഇങ്ങനായിരുന്നു. 6-7 നൂറ്റാണ്ട് ലോകത്തെ അടക്കി ഭരിച്ച ഈ ടർക്കിഷ് എംപയർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈസ്റ്റാംബുൾ മുതൽ അന്നത്തെ നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് 1450, അതായത് ഇന്ത്യയിലേക്ക് വാസ്കോഡഗാമ വരുന്ന 50 വർഷം മുമ്പാണ് അത് കോൺസ്റ്റാന്റിനോപ്പിളിനെ ഈ ടർക്സ് മഹമ്മദ് II എന്ന് പറയുന്ന സുൽത്താൻ പിടിച്ചടക്കുന്നത്. അപ്പൊ ആ 1400 മുതൽ 6 നൂറ്റാണ്ട് ഈ ഏരിയ മുഴുവൻ ഈ ഇസ്ലാമിക് റഷ്യയും പിടിച്ചടക്കിയിരുന്നതാണ്. അത് വീഴുന്നത് എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ട് ആദ്യത്തിലാണ്. ഈ ബ്രിട്ടനും ഫ്രഞ്ചും കൂടെ കൈയടക്കി. അങ്ങനെയാണ് ഈ പറയുന്ന ഈ ഇസ്രയേലിനെ പുനഃസ്ഥാപിക്കുന്നവർക്കുള്ള ചരിത്രം വരുന്നത്. അതുപോലെ ഈ പറയുന്ന ഹെക്സഗൺ അലയൻസ് പറയുന്നത് ടർക്കിക്ക് മുകളിൽ ഗ്രീസിൽ ആരംഭിച്ച് മിഡിൽ ഈസ്റ്റേൺ ഏഷ്യൻ രാജ്യങ്ങളിലൂടെ വന്ന് മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തിലെത്തി. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലൂടെ നോർത്ത് അല്ലെങ്കിൽ ഒരു ആഫ്രിക്ക മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് ഇസ്രായേൽ മാറും. ഇതിന്റെ ഒരു ആർക്കിടെക്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ സെർജിയോ ഗോർ എന്ന് പറയുന്ന നമ്മുടെ ഈ US അംബാസിഡറാണ്. US അംബാസിഡർ എന്ന് പറയുന്നത് ഒരു 39 വയസ്സ് മാത്രമേ ഉള്ളൂ. ഒരു USSRലെ ജനിച്ചതാണ് അദ്ദേഹം. USSRനെ നമ്മൾ ഈ അൺഡിവൈഡഡ് USSR ജനിച്ചതാണ്. ഉസ്ബെക്കിസ്ഥാനാണെന്ന് തോന്നുന്നു. പക്ഷെ ഇയാളുടെ പോർട്ട്ഫോളിയോ എന്താണ്, ഇയാളുടെ ടൈറ്റിൽ എന്താണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്? നമ്മൾ പറയുന്നത് US അംബാസിഡർ സ്പെഷ്യൽ എൻവോയ് അല്ലേ പുള്ളി? US സ്പെഷ്യൽ എൻവോയ് ടു സൗത്ത് ഏഷ്യ ആൻഡ് സെൻട്രൽ ഏഷ്യൻ അഫയേഴ്സ് ആണ്. സൗത്ത് ഏഷ്യക്കും സെൻട്രൽ ഏഷ്യക്കും വേണ്ടി വീതിച്ചു കൊടുത്തേക്കാണ് ഇദ്ദേഹത്തെ. അപ്പൊ ഈ പറയുന്ന ഇന്ത്യയുടെ മാത്രം ബന്ധം നോക്കുക അല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം, ഈ റീജിയൻ മുഴുവൻ നോക്കുന്നതാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന മറ്റേ ഈ ബോർഡ് ഓഫ് പീസിന്റെ ആർക്കിടെക്ട് ജെറാദ് കുഷ്ണർ എന്ന് പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ഹെക്സഗൺ അലയൻസിന്റെ ഈ ആർക്കിടെക്ട് എന്ന് പറയുന്ന ഈ സെർജിയോ ഗോർ. അപ്പൊ അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു ലോകമാണ് നമ്മൾ ഈ വരാൻ പോകുന്ന ഈ സമീപ ഭാവി നമ്മൾ കാണാൻ പോകുന്നത്. അമേരിക്കയോട് ചേർന്ന് നിന്ന്
ഏഷ്യൻ, ആഫ്രിക്കൻ, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഇസ്രയേൽ ആയിരിക്കുകയും ചെയ്യും. അതിനകത്ത് ഇന്ത്യക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ഇന്ത്യക്ക് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ മാൻ പവറിന്റെ റോളാണ്, എക്കോണമി റോളാണ്? ഇന്ത്യയുടെ മാൻ പവർ മാത്രമല്ല, സത്യത്തിലെ ഇന്ത്യക്കാരെന്ന് പറയുന്നത് വളരെ വ്യക്തികളെന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനെ പോലെയോ മറ്റൊരു ഇസ്ലാമിക രാജ്യത്തെ പോലെ അല്ല ലോകം കാണുന്നത്. മാത്രമല്ല ഇസ്രയേലുമായിട്ടുള്ള ബന്ധവും ഇന്ത്യക്ക് വലിയ മാൻ പവർ ഉണ്ട്, മിലിറ്ററി ഉണ്ട്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ട്. പക്ഷെ വീണ്ടും ഒരു പടിയുടെ പുറകോട്ട് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കും എന്ന് നമുക്ക് നേരത്തെ ഊഹിക്കാമായിരുന്നെങ്കിലും ഇന്ന് ഇസ്രായേലിന്റെ സ്ഥാനം, ഇസ്രായേലിന്റെ താഴെ ഇസ്രായേൽ നയിക്കുന്ന ഒരു എക്സ്റ്റേണൽ അലയൻസിനകത്ത് ഒരു സെക്കൻഡ് ലെവൽ മാത്രമേ ലീഡർഷിപ്പിനകത്ത് ഇന്ത്യ ഉള്ളൂ. പക്ഷെങ്കിൽ നമ്മളെ ഓപ്പറേഷൻ സിന്ദൂറും അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഇടപെടാതിരുന്നെങ്കിൽ നമ്മളായിരുന്നതിന് ഇസ്രയേലിന്റെ സ്ഥാനത്ത്, ഇസ്രയേൽ 2ാം സ്ഥാനത്ത് ഇന്ത്യയെ സഹായിക്കായിരിക്കും ചെയ്യേണ്ടിയിരുന്നത്. കോൺഫിഡൻസ് വീണ്ടും ബിൽഡപ്പ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമോ? ഇന്ത്യക്ക് സാധിക്കാം. പക്ഷെ ഇപ്പോഴും ഒന്നാലോചിച്ച് നോക്കുക, വൈറ്റ് ഹൗസിലേക്ക് ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട നെതന്യാഹുവിനെ കാണാൻ പോകുമ്പോൾ ഊഷ്മളമായ സ്വീകരണം, അതായത് മോദി ഹഗ് എന്ന് നെതന്യാഹു പറയുന്ന ആ ഹഗ്, മോദി ഹഗ് ഈ പറയുന്ന ട്രംപിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ആർട്ടിഫിഷ്യൽ ഇതില്ലേ, ഒരു നാച്ചുറൽ അല്ലാത്ത ഒരു ബന്ധമില്ലേ? അങ്ങനെ ഒരു ഹഗ് പോസിബിൾ ആകും? കാരണം ഒരിക്കലും നമ്മൾ വഷളാക്കി ആ ബന്ധം അതിന് റിപ്പയർ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അത് ഇന്ത്യ റിപ്പയർ ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു നരേന്ദ്രമോദിക്ക് കഴിയത്തില്ല. അതിനുശേഷം വരുന്നതിലൂടെ കഴിഞ്ഞേക്കാം. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ ഇതിനകത്ത് ഇന്ത്യക്ക് ഇപ്പം നമുക്ക് ഈ ടോപ്പിക്കിലോട്ട് വരാം. അപ്പം ഇന്ത്യ, ഇപ്പം ഇസ്രായേൽ, അമേരിക്കൻ്റെ അകത്ത് ഈ ഓയിൽ മാർക്കറ്റ്, കാരണം വാർ നടക്കുകയാണ്, ഹോർമൂസ് ഇവർ തടഞ്ഞിരിക്കുകയാണ്, 2ഓളം ഷിപ്പ് വെസൽസ്, അതായത് ഓയിൽ വെസൽസ് കൊണ്ട് അതിനെ ഫയർ ചെയ്തു. ഇപ്പം ഓയിലിന്റെ വില കൂടുകയില്ലേ? അത് നല്ല കാര്യം. എപ്പോഴും യുദ്ധം ഉണ്ടാകുമ്പോഴേ കമോഡിറ്റി മാർക്കറ്റിനകത്ത് വലിയ വ്യത്യാസം ഉണ്ടാകും. അങ്ങോട്ട് അതിന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ കാണുന്ന ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് കറൻസിക്കകത്തൊന്ന് മാറി അതൊരു ഇക്കണോമിക് പ്രിൻസിപ്പിൾ മാത്രമാണ്. അതിനകത്ത് ഈ ഓയിലൊക്കെ അതിന്റെ ഭാഗമാകും. ഇപ്പൊ ഏകദേശം ഓയിലിന് $60 പെർ ബാരലാണ്, അതാണ് മാർക്കറ്റിലുള്ളത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ ഓയിലിന് ഒരു കോവിഡ് സമയത്ത് ഇതിന്റെ വില ഏകദേശം $40-42 വരെ ബാരലിനെത്തി. അതായത് കോവിഡിന്റെ എപ്പിഡമിക്കിന്റെ കാലത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് $100 പെർ ബാരൽ വരെ എത്തി. അതായിരുന്നു ഈ ഇക്കോണമി റിവൈവ് ചെയ്യാനുള്ള ഒരു കാര്യം. പക്ഷെ ട്രംപിന്റെ ഒരു പ്രഖ്യാപിത ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് തന്നെ, അതായത് ഡ്രിൽ ബേബി ഡ്രിൽ, അതായത് എനർജി ചീപ്പാക്കുക. അപ്പൊ എനർജി ചീപ്പാക്കുന്നത് ഏത് ഡെവലപ്മെന്റ്, എനർജിക്കൊരു ലോകത്തെ ഇക്കോണമിക്കകത്ത് ഇൻഫ്ലേഷനകത്തൊക്കെ ഒരു അടിസ്ഥാനപരമായ ഒരു സ്ഥാനമാണ്. അതായത് പെട്രോളിന്റെ അല്ലെങ്കിൽ ഡീസലിന്റെ വില കൂടുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടിന്റെ കൂടുമെന്ന് മാത്രമല്ല, ലോകത്തെ ഇക്കോണമി എല്ലാം ഗ്രോസറി വില കൂടും. അപ്പൊ ഓയിലിന്റെ വില പിടിച്ചു നിർത്തുക എന്നുള്ളത് ഏത് ഭരണാധികാരിയുടെയും ഇക്കണോമിക്സ് അറിയാവുന്ന ഭരണാധികാരിയുടെയും ഒരു വിഷയമാണ്. ട്രംപിന്റെ ഏറ്റവും വലിയ ആരോപണം ജോ ബൈഡന് നേരെ ഇൻഫ്ലേഷൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല, ഓയിൽ പ്രൈസ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അതായത് US സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ $7 പെർ $7 പെർ ഗാലനാണ് US കണക്ക്. ലിറ്ററിന് പകരം ഗാലൻ കണക്ക് കൂട്ടും. അപ്പൊ $4 ലിറ്റർ ആണെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ അതായിരുന്നു പ്രൈസ് എന്ന് പറയുന്നത്. ഇന്ന് ട്രംപ് അഭിമാനപൂർവ്വം പറയുന്നത് $2 അല്ലെ $2 താഴെയാണ് വില എന്നുള്ളതാണ്. അപ്പം ഈ ഇപ്പോഴത്തെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇപ്പൊ ഹോർമൂസിലോ കടലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ തടയാൻ ശ്രമിക്കുക, അല്ലെ അതുവഴിയുള്ള നമ്മുടെ ഓയിൽ മൂവ്മെന്റ് തടയാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിനുള്ള ഓയിൽ സപ്ലൈ കുറയും. മിഡിൽ ഈസ്റ്റിനുള്ള ഓയിൽ സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് പ്രൈസ് കൂടും. അപ്പൊ ഒരു താൽക്കാലികമായിട്ട് പ്രൈസ് കൂടാനുള്ള സാധ്യതയില്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. എങ്കിലും അടിസ്ഥാനപരമായിട്ട് ഓയിൽ പ്രൈസ് ഈ $60 തന്നെയൊക്കെ പിടിച്ചു നിർത്തും. കാരണം ഇതിൻ്റെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പം ഇറാനുമായിട്ട് അമേരിക്ക, അതായത് അമേരിക്ക പറയുന്ന ഒരാൾ ഇറാന്റെ അമേരിക്കൻ കസ്റ്റഡിയിലോട്ട് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന GCC രാജ്യങ്ങളുടെ, OPEC രാജ്യങ്ങളുടെ ഒരു ഡോമിനേഷൻ അങ്ങ് തീരുവോ? മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഡോമിനേഷൻ തീരുമെന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ 1960 ശേഷം ഉയർന്നു വന്ന, ഓയിൽ കൊണ്ട് ഉയർന്നു വന്ന ഒരു രാജ്യമാണ്. നമ്മൾ കാണുന്നതാണ്. കൂട്ടാം 1900
ആദ്യമായിട്ട് അവർ കണ്ടുപിടിക്കുന്നത് ഇറാനിലായിരുന്നു 1902 മറ്റോ. പക്ഷെ അതായിരുന്നു പേർഷ്യ എന്ന് പറയുന്ന വേർഡ് നമ്മൾ പണ്ടൊക്കെ കേട്ടുന്ന പേർഷ്യ എന്നാണല്ലോ നമ്മൾ മിഡിൽ ഈസ്റ്റിനെ പറയുന്നത്. അതിനുശേഷം ഉണ്ടായ ഇസ്ലാമിക് റെവല്യൂഷനാണ് പേർഷ്യയെ തകർക്കുക. ഞാൻ കഴിഞ്ഞ ദിവസത്തെ മുമ്പുണ്ട മാത്യുവിന്റെ വീഡിയോ ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. ആ ഇസ്ലാമിക് റെവല്യൂഷനാണ് അത് വളരെ വാസ്തവമായിട്ട് ഈ പറയുന്ന ഇറാന്റെ ഒരു ഗ്രോത്തിനെ തകർത്തത്. ഇറാന്റെ പുറത്തുള്ള ലക്ഷക്കണക്കിന് ഇറാനികൾ, ഇറാൻ ബ്ലഡ് ഉള്ളവര്, അവിടുന്ന് വരുന്ന ഇറാനികൾ, ഇറാൻ ഭാഷ സംസാരിക്കുന്നവർ, വളരെ ക്ലോസ് കോൺവെർസേഷൻ, മണിക്കൂറോളം കോൺവെർസേഷനകത്ത് അവരുടെ വികാരം എന്ന് പറയുന്നത് ഇസ്ലാമിക് ഫേസ് ആയിരുന്നില്ല ഇസ്രയേലിൻ്റെത്. ഇസ്രയേലിൽ കടന്നു വന്ന വിദേശിയാണ് ഖൊമേനി എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ആളാണ് തകർത്തത്. അപ്പൊ അയാൾ അവിടുന്ന് ഒഴിയുക, ഈ പറയുന്ന റഷ്യ മാറുക എന്നുള്ളത് അവരുടെ ആവശ്യമാണെന്ന് മാത്രമല്ല, പേർഷ്യ എന്ന് പറയുന്ന പഴയ ഇറാന് വീണ്ടും ഒരു ഗുണമുണ്ടാകുമെന്നും മാത്യു വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് തന്നെ ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റ് ഏറ്റവും സമ്പന്ന രാജ്യമായിട്ട് ഇറാൻ മാറുമെന്നുമാണ് അവരുടെ പ്രതീക്ഷ. ഞാൻ പറയുന്ന മോശം ആൾക്കാരല്ല, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കോളേജ് പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ, വളരെ വിവേകപൂർവ്വം ചിന്തിക്കുന്ന പറയുന്നത്. അതിൻ്റെ അകത്ത് ഷിജു ഒരു കാര്യമുണ്ട്, മറ്റുള്ള അറബ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇറാനിയൻസ് ആണ് വളരെ മുമ്പിലാണ്. കാരണം അവരുടെ ടാലൻറ്റും ഇൻ്റലക്ച്വൽസും അതേപോലെ തന്നെ അവരുടെ ഫീൽഡും ആർട്ടും എല്ലാം ഫാർ ബെറ്റർ ആണ്. ഈ പറയുന്ന ഇസ്ലാമിക റവല്യൂഷനാണ് അത് തൊലച്ചു കളഞ്ഞത്. എക്കാലവും എഡ്യൂക്കേഷനകത്ത് നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഒരു തലമുറയ്ക്ക് മുമ്പ് ഒരു ഒട്ടുമിക്ക നമ്മുടെ എന്താ ഒരു മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ പോകുന്ന അധ്യാപകരായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത്. പേർഷ്യയിൽ പോകുന്ന ഒരു അധ്യാപകരായിരുന്നു, ഡോക്ടേഴ്സ് അധ്യാപകരായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വളരെ ഉന്നതമായ വിദ്യാഭ്യാസ സംസ്കാരമായിരുന്നു. ഇന്ന് മിക്ക അറബ് രാജ്യങ്ങളും അവകാശപ്പെടുന്ന ആർട്ടിനകത്തും കൾച്ചറിനകത്തും ഹിസ്റ്ററിക്കകത്തുമുള്ള ആരബ് അവകാശം എന്ന് പറയുന്ന ഒട്ടുമിക്കതും പേർഷ്യക്കാരുടെയാണ്. പേർഷ്യൻ കവികളോ പേർഷ്യൻ ലിറ്ററേച്ചർ ആയിരുന്നു. അതൊക്കെ നശിപ്പിച്ചതാണ് ഈ ഇസ്ലാമിക റവല്യൂഷൻ. ഇവരിന് ഉത്തരവാദിത്വം എടുത്തത്. അല്ലാതെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്കകത്ത് കാര്യമായ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇറാൻ തിരികെ വരും, ശക്തമായിട്ട് തിരികെ വരും. അത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് അറിയാം. അവരോട് എതിർത്ത് നിൽക്കുക അല്ല, പകരം ഈ ഒരു റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമരസപ്പെട്ട മേ ബി ഗോ ഇൻ അലയൻസ് വിത്ത് ദം, അങ്ങനെ അലയൻസിൽ വളരുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും തീരുമാനം. ഈ സൗദി അറേബ്യ കൈയാളുന്ന ഒരു മേൽക്കോയ്മയും ഇന്ന് ദുബായിക്ക് കാണുന്ന ഈ ഒരു പകിട്ടോ ഒന്ന് നാളെ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമുണ്ട്. ഓയിലിനകത്ത് മിഡിൽ ഈസ്റ്റിനുണ്ടാകുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നാളെ വാഷിംഗ്ടൺ ആയിരിക്കും നിയന്ത്രിക്കുക. ഓയിൽ വാഷിംഗ്ടൺ നിയന്ത്രണത്തിലാകും. ഇതിനെ എതിർക്കാൻ ഏതെങ്കിലും ഒരു ഒപ്പേക്ക് രാജ്യം, സോക്കോൾഡ് ഒപ്പേക്ക് രാജ്യം ശ്രമിച്ചാൽ അവര് ഇതുപോലെ തന്നെ മറ്റൊരു ഇറാനായിട്ടോ മറ്റൊരു സിറിയായിട്ടോ താമസിയാതെ മാറുകയും ചെയ്ത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യങ്ങളാകും മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ. ഇസ്രയേലിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യങ്ങളാകും ശേഷിക്കുന്ന ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ. എനിവേ താങ്ക് യു വെരി മച്ച്. നല്ലൊരു ചാറ്റ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു. അത് എനിവേ പ്രേ ഫോർ ദ പീസ് ഓഫ് ദ വേൾഡ്. ഇറാനിലെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു.